ഹലോ ഗേസ്, അപ്പം നമ്മൾ ഇന്ന് എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ ക്ലാസിക്കിൻ്റെ എപ്പിസോഡ് 3 ആണ്. അപ്പം നമുക്ക് നേരെ എപ്പിസോഡ് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിച്ചത് ആ കടലാമയും കൊണ്ട് ഗോകുവും ബുൽമയും കടലിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവർ പോകുന്ന ആ വരിയിൽ ഒരു വലിയൊരു ഭീമാകാരമായ കരടി അവിടെ മുമ്പിലോട്ട് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് കടലാമയെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇന്നത്തെ അത്താരം ഇന്ന് ഈ കടലാമയാണ്, അതെനിക്ക് തരുമെന്ന് പറയുമെന്ന്, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കഴിക്കുന്നത്. അപ്പം ഗോകു പറയുന്നുണ്ട്, ഞാൻ തേത്തിട്ടെന്ന്. ഞാൻ ഈ 3 പേരെയും കഴിക്കും ഇപ്പോൾ കടലാമയെ കിട്ടിയില്ലെങ്കിൽ. അപ്പം പുല്ലുമ പറയുന്നുണ്ട്, നമ്മുടെ ജീവനിൽ നമുക്ക് വലുത്, അപ്പോൾ ആ കടലാമയെ കൊടുത്തേക്ക്, നമുക്ക് നമ്മളുടെ ജീവനെ കൊണ്ട് രക്ഷപ്പെടാമെന്നുണ്ട്. പറയുന്നുണ്ട്, ഞാൻ ഈ കടലാമയെ രക്ഷിക്കുമെന്ന് പറയുന്നുണ്ട് ഗോകു. അപ്പോൾ ചേച്ചി, നിങ്ങളെ 3 എണ്ണത്തെ ഞാൻ ഇന്ന് വകവരുത്തി തിന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കരടിയുടെ വാളെടുത്ത് വീശുവാണ്. പക്ഷേ ഗോകു അതിൻ്റെ സ്പീഡ് കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഒരു വിധത്തിൽ ചെന്ന് അവൻ ആ കരടിയുടെ മോന്തക്കിട്ടിട്ട് അതോടെ ആ കരടി ചത്തു വീഴുകയാണ് അവിടേക്ക്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ബുൽമ അവിടെ നിന്ന് അതിശയപ്പെട്ട് നോക്കി പറയാറ്, ഞാൻ ഇവന് നിസ്സാരക്കാരായിട്ട് വിചാരിച്ചു, പക്ഷേ ഇവന് നല്ല ശക്തി ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് അവർ കടലിൻ്റെ അടുത്തെത്തുകയാണ് ഓടി. കടൽ കണ്ടിട്ട് ഗോകു പറയുന്നത്, ഹായ് കടൽ, ഇതിങ്ങനെയായിരുന്നു ഇത് എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടുക. അപ്പോൾ കടലാ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞില്ലേ, ഞാൻ തരാം, നിങ്ങളിവിടെ നിൽക്കുക, 1 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം ബുൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല, പെട്ടെന്ന് വാ. അപ്പം തന്നെ കടലാപ്പ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പം നമ്മളുടെ ഫിലാസയെ നോക്കുകയാണെങ്കിൽ അവിടെ കുതിര വെച്ച് ഷോയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ രാജാവിനെ പോലെ. എന്നിട്ട് ആ ജലകളെയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മായയും ഷൂയും കാണുകയാണ്. അപ്പം തന്നെ നമ്മൾ ചോദിക്കാം, ഡ്രാഗൺ ബോളിൻ്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഫിലാസ. അപ്പം മായ പറയുന്നുണ്ട്, അത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ ഇൻഫർമേഷൻ ആയിരുന്നു, അവിടെ നിറയെ കരടികളായിരുന്നു. അപ്പോൾ ഷൂ പറയുന്നുണ്ട്, അവിടെ ഒരു കുരങ്ങൻ്റെ വാലുള്ള ഒരു മനുഷ്യക്കുഞ്ഞുണ്ടായിരുന്നു, അവനെ നിങ്ങളൊന്ന് കണ്ടുള്ളായിരുന്നു, പേടിച്ച് പറിച്ചുപോയി. അപ്പോൾ പിലാസ് പറഞ്ഞിട്ട്, നിങ്ങളെ നാടകമൊക്കെ നിർത്ത്, നിങ്ങൾ അവിടെ ചെന്നിട്ട് ഒരു കുന്തവും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ പിലാസൊക്കെ കോൾ ചെയ്യുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്തതിനു ശേഷം പിലാസ സന്തോഷത്തോടെ പറയുന്നുണ്ട്, നമുക്ക് പോവാം, അടുത്ത ഡ്രാഗൺ ബോൾ ഇരിക്കുന്ന സ്ഥലത്തേക്കുള്ള ഇത് ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്, അത് റോഷി എന്ന് പറയുന്ന ഇത്തൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഹെലികോപ്റ്റർ എടുത്തോട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കടലിൻ്റെ വണ്ടിയിൽ കൂടെ കടലാമയുടെ പുറത്തൊരു കിളവൻ വീഴുന്നുണ്ട്. എന്നിട്ട് അവിടോട്ട് വന്നിറങ്ങി നിൽക്കുകയാണ്. ഇയാളുടെ പേരാണ് റോഷി, മാസ്റ്റർ റോഷി. അപ്പോൾ നമ്മുടെ റോഷി കടലാമയിൽ ചോദിക്കാതെ നിന്നെ രക്ഷിച്ചാലാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇതേ ആ കൊച്ചിറങ്ങിയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കടലാമയെ രക്ഷിച്ചതിന് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഗിഫ്റ്റ് തരാം, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിലുള്ള വടി വെക്കുന്നതിന് ശേഷം മരണമില്ലാത്ത ഫീനിക്സ് പക്ഷി ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അലറി വിളിച്ച് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഗോകു ചോദിക്കുകയാണ്, ഈ ഫീനിക്സ് പക്ഷി എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ബുൽമ പറയുന്നുണ്ട്, അത് മരണമില്ലാത്ത തരം ഒരു ജീവിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് കടലാമ നമ്മുടെ റോഷിയിട്ട് പറയുകയാണ്, നിങ്ങൾ മറന്നുപോയോ, കഴിഞ്ഞ മാസം നമ്മൾ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് ഈ ഫീനിക്സ് പക്ഷിയിലെടുത്ത് പോയി ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ റോഷി പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, ഞാനത് മറന്നുപോയി, ഞാൻ നിങ്ങൾക്ക് വേറെ ഇത് കിങ് ഗോകു ഇങ്ങോട്ട് വരൂ, കിനോട്ട ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ നമ്മൾ അവിടെ കിനോട്ട എന്ന് പറയുന്നൊരു മഞ്ഞ കളർ മേഘം ഇങ്ങോട്ട് വരികയാണ്. ഒരു ട്രെയിന്, ഇത് എല്ലാവർക്കും കയറി ഇന്ന് യാത്ര ചെയ്യാനൊന്നും പറ്റില്ല, ഇത് നല്ല നിനക്ക് മാത്രമേ കയറി ഇന്ന് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം റോഷി അതിൻ്റെ മണ്ടയിലോട്ട് ചാടി കയറി ഇരിക്കുകയാണ്. അപ്പം തന്നെ ഏരി ഇന്നത് മാത്രമേ ഓർമ്മയുള്ളൂ, അതിൽ നിന്നങ്ങ് താരേക്കങ്ങ് വീഴുകയാണ് റോഷി. അതിനുശേഷം റോഷി പറയാണ്, ഇതെന്താ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ, ഞാനല്ലാതെ പിന്നെ ഇതിനകത്ത് ആർക്കാണ് കയറി ഇരിക്കാൻ പറ്റുക. അപ്പോൾ കൂടുന്നുണ്ട്, ഞാൻ ശ്രമിച്ചു നോക്കാം. അപ്പം തന്നെ നമ്മുടെ റോഷി പറയുന്നുണ്ട്, എന്നെ കൊണ്ടേ പറ്റില്ല, പിന്നെ നിനക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും, നീ ട്രൈ ചെയ്ത് വെക്കുമെന്ന് പറയുന്നുണ്ട്. തന്നെ നമ്മുടെ ഗോകു അതിൻ്റെ മണ്ടയിൽ കയറി ഇരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഒരു ആകാശത്തൂടെയൊക്കെ ഒന്ന് റൗണ്ടൊക്കെ അടിച്ചിട്ട് വരികയാണ് നമ്മുടെ ഗോകു. അതിനുശേഷം നമ്മുടെ പിലാസ് ആ ഒരു ഓറഞ്ച് കളർ ഒരു ദ്വീപ് ഇതിനകത്തുള്ള ഒരു വീടിനകത്തോട്ട് വന്ന്, ഇതാണ് മാസ്റ്റർ റോഷിയുടെ വീട്, ഇവിടെയുള്ള ആ കളവനെ നമ്മൾ കണ്ടുപിടിക്കണം, അത് ആ റോഷിയുടെ അടുത്താണ് ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ആ വീടിൻ്റെ മുമ്പിൽ പോയിക്കുകയാണ്. എന്നിട്ട് പിലാസ് അവിടെ എന്നതിന് ശേഷം പറയുകയാണ്, ഒരു കൊറിയറുണ്ട്, നിങ്ങളിപ്പോൾ പുറത്തേക്ക് വന്ന് ഇത് വാങ്ങിക്കുക എന്ന് പറയുന്നുണ്ട്. പിലാസ് അവിടെ നിന്ന് പറയുകയാണ്. അപ്പം തന്നെ മായും ഷോ ഇയാളെന്താണ് കാണിക്കുന്നതെന്ന് പറഞ്ഞ് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ വിലാസ് പറയുകയാണ്, ഇവിടെ ആരും ഇല്ലെന്നാണ് തോന്നുന്നത്, നമുക്കിനി ഈ വാതിൽ തുറന്ന് അകത്തിട്ട് കയറാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിലാസ. അപ്പം മായും പറയുന്നത്, നമുക്ക് ജനൽ തുറന്ന് കയറാമെന്ന്. വേണ്ട, അതൊക്കെ പൊട്ടന്മാർക്കുള്ള, അതിന് വേണ്ടി ഒരു താക്കോലുണ്ട്, അത് എവിടെയുള്ള എൻ്റെ കാലിൻ്റെ അടിയിലാണോ എന്നും പറഞ്ഞ് അവിടെയൊക്കെ തപ്പിയതിന് ശേഷം തലയുടെ മണ്ടയിൽ നിന്നൊരു താക്കോലെടുത്ത് അത് തുറക്കുകയാണ്. എന്നിട്ട് അത്
ഈ ജനലിൽ കൂടെ ഒക്കെ കയറുന്ന മണ്ടന്മാരാ, ഞാനൊക്കെ വാതിൽ തുറന്നേ കയറത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കണ്ട് പടിയെന്ന് പറഞ്ഞുകൊണ്ട് അത് തുറക്കുന്നുണ്ട് കുറച്ച് വൈകിട്ട്. പക്ഷെ അത് തുറക്കാൻ പറ്റുന്നില്ല. ഇതെന്താ പറ്റിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വലിക്കുകയാണ്. അപ്പം മായും ഷൂയും നൈസായിട്ട് ആ ജനൽ തുറന്ന് കഴിഞ്ഞ ശേഷം അകത്ത് കയറിയതിന് ശേഷം പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ അത് ലോക്കാക്കിയത്? അത് ഓൾറെഡി അൺലോക്ക് ആയിരുന്നു. എന്ത് ലോക്കല്ല എന്നോ, അത് അൺലോക്ക് ആയിരുന്നു. നിങ്ങളാണ് ഇപ്പോൾ ലോക്കാക്കിയത്. നിങ്ങളാ എന്തൊരു പൊട്ടനാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ പിലാസ് അവിടെ ചമ്മി നാണം കെട്ടി ഇവിടെ നിൽക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ഗോകുവിനെ കാണിക്കുകയാണ്. ഗോകു അവിടെ ഇട്ട് കറങ്ങിയിട്ടൊക്കെ വരികയാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് കറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം ബുൽമ നമ്മുടെ റോഷിത്ത് പറയാന്ന് എനിക്ക് താങ്ക്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇത് തന്നതിന്. അപ്പം ബുൽമ പറയാന്ന് എനിക്കെന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് തിരിച്ച് റോഷിയെടുത്ത്. കടലാമത്ത് ചോദിക്കുന്നുണ്ട് ഇവരിൽ നിന്നെ എന്തെങ്കിലും സഹായിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ കടലാൻ പറയുന്നുണ്ട് ഇവളെ എന്നെ തഴി പോലും സഹായിച്ചിട്ടില്ല, ആ ഒരു കൊച്ചിറക്കം മാത്രമേ എന്നെ സഹായിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ മാസ്റ്റർ റോഷി പറയുന്നു നീ, അപ്പം നമ്മുടെ ബുൽമ പറയാന്ന് നീക്ക് ഞാനല്ലേ സോൾട്ട് വാട്ടർ വന്ന്, എന്നിട്ട് നീ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയല്ലോ. അപ്പം തന്നെ നമ്മുടെ റോഷി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരാം, ഞാൻ ആലോചിക്കട്ടെ, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. നീ എനിക്ക് ഒരു കാര്യം കാണിച്ചു തരണം, നിൻ്റെ പാൻറ്റീസ് എനിക്ക് കാണിച്ചു തരണമെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ ബുൽമ അവിടെ ചമ്മി നാണം കെട്ടി അവിടെ നിൽക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ കടലാൻ പറയാണ് ഇത്രയും വൃത്തിയായിട്ട ചിന്തകൾ ഈ വയസ്സാം കാലത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങോട്ടാണ് മണ്ടയിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റാഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ റോഷി അവിടിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബുൽമ പെതുക്കനെ അവളെ ചമ്മി നനക്കിട്ടിട്ടാണെങ്കിൽ അവളുടെ ഡ്രസ്സ് കടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ റോഷിയുടെ മൂക്കിൽ നിന്നൊക്കെ ഇത് കണ്ടുടനെ ചോര ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബുൽമ ഡ്രസ്സൊക്കെ താത്തിട്ടതിന് ശേഷം എനിക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റ് എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട്. അതന്നെ നമ്മുടെ റോഷിയോട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ നമ്മുടെ ബുൽമ പറയാണ് നിങ്ങളെ കഴുത്തിൽ കിടക്കുന്ന ആ വാൾ മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതന്നെ റോഷി പറയുന്നുണ്ട് ഇതെനിക്ക് കടലിൽ നിന്ന് കിട്ടിയതാണ്, ഇത് നീ ഇപ്പം എടുത്തോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബുൽമ ഇത് വാങ്ങിച്ചതിന് ശേഷം സന്തോഷപ്പെട്ടിരിക്കുകയാണ്. ഇത് സ്റ്റാർ ഡ്രാഗൺ ബോൾ ആണല്ലോ, ഇതിപ്പോൾ എനിക്ക് അന്വേഷിക്കാതെ തന്നെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോകുവിനെ വിളിച്ചത് കാണിക്കുകയാണ്. അപ്പോൾ ഗോകു വാങ്ങിച്ചതിന് ശേഷം പറയാണ് ഇത് സ്റ്റാർ ഡ്രാഗൺ ബോൾ ആണല്ലോ, നമുക്ക് വേറെ ഡ്രാഗൺ ബോളും കിട്ടി, ഇത് അന്വേഷിച്ച് നമുക്ക് കുറേ ദൂരം പോകേണ്ടുള്ള ആവശ്യം വന്നില്ല എന്ന് പറയുന്നത് പറയാണ്. ഇതാണ് ആ തെക്ക് ദിശയിൽ കടലിൻ്റെ നടുക്കായി കണ്ട ആ ഡ്രാഗൺ ബോളാണിത്. നമുക്കിത് അന്വേഷിച്ച് കടലിൻ്റെ ആരെങ്കിലും വരെ പോകേണ്ട ആവശ്യം വന്നില്ല ഇത് കാരണം. തന്നെ നമ്മുടെ റോഷി വിചാരിക്കുകയാണ് ഇത് എന്തായാലും വിലപ്പെട്ട സാധനമാണ്, ഇത് ഞാൻ ഇപ്പോൾ ഇവർക്ക് കൊടുത്ത വലിയ അബദ്ധമായി എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കണം. എന്നിട്ട് അവിടെ അത് തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി ചോദിക്കണം. അപ്പോൾ ബുൽമ പറഞ്ഞ് നിങ്ങൾക്കിപ്പോൾ ഇത് തിരിച്ചു വേണോ? ഞാൻ ഇത് തിരിച്ച് തരികയില്ല, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അല്ല നിങ്ങളത് എനിക്ക് ഞാനത് കഴിച്ചോളാം എന്ന് പറയും. അപ്പം ഞാൻ നിങ്ങൾ ഇങ്ങനെ പറയല്ലേ, ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഡ്രസ്സ് ബുക്ക് കാണിക്കുകയാണ് വീണ്ടും. അതിപ്പോൾ തന്നെ നമ്മുടെ മാസ്റ്റർ റോഷിയുടെ മൂക്കിൽ നിന്ന് വീണ്ടും ചോര ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ എടുത്തോണ്ട് വെക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പം തിരിച്ച് വീട്ടിൽ എത്തിയ ബുൽമയും ഗോകും ബുൽമ എന്ന ഡ്രസ്സ് മാറാൻ വേണ്ടി അകത്തോട്ട് കയറുന്നുണ്ട്. അപ്പം ഗോകു ആ കിന്നോട്ടതിനകത്ത് കിടന്നിട്ട് പറയുകയാണ് എനിക്ക് നല്ലൊരു ഗിഫ്റ്റാണ് കിട്ടിയത്. അപ്പോൾ തന്നെ ബുൽമ അകത്തിരുന്ന് അലറുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പം തന്നെ ബുൽമ അവിടെ നോക്കുകയാണ് എൻ്റെ പാൻറ്റീസ് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ പറയുന്നത് അതെന്താ ഞാൻ അപ്പം അവിടെ നിന്ന് നിന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇട്ടില്ല എന്ന് ചോദിക്കും. അപ്പം ഗോകു പറയുന്നുണ്ട് ഞാനത് കണ്ടായിരുന്നു രാവിലെ. അതുകൊണ്ട് ബുൽമ ചോദിക്കുകയാണ് ഞാൻ അത് രാവിലെ കണ്ടായിരുന്നു, അത് നിൻ്റെ അടുത്ത് പറയണമെന്ന് ചോദിച്ചാൽ പക്ഷെ പറ്റിയില്ലെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ ബുൽമയ്ക്ക് ആകെക്കൂടി ദേഷ്യം വന്നതിന് ശേഷം തോക്കെടുത്ത് തുരുതുരാന്ന് പറഞ്ഞ് ഗോകുവിനെ വെടിവെക്കുന്നുണ്ട്. അങ്ങനെ പിലാസയാണ് കാണിക്കുന്നത്. പിലാസ അകത്ത് കയറിയതിന് ശേഷം എല്ലായിടത്തും അയച്ചുറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ മാസ്റ്റർ റോഷി അങ്ങോട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നുണ്ട്. ഇതോടെ നമ്മുടെ വിലാസയും മയക്ക് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റോഷി ഇവരാരാ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുന്നത്, ഇന്ന് രാവിലെ തൊട്ട് കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. വിലാസം ചോദിക്കുന്നുണ്ട് എനിക്ക് അങ്ങ് ഡ്രാഗൺ ബോൾ മാത്രം തരാൻ പറയുന്നുണ്ട്. ഡ്രാഗൺ ബോൾ എന്താണ് ഡ്രാഗൺ ബോൾ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ പിലാസ പറയുകയാണ് അത് ഓറഞ്ച് കളറിൽ ഉള്ളതാണ്, അന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് ഞങ്ങൾക്കറിയാം, അത് ഞാൻ ഇന്ന് ബീച്ച് വെച്ച് തന്നെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. നീ ആർക്കാണ് കൊടുത്തതെന്ന് ചോദിക്കുന്നത്. ആ ബീച്ച് വെച്ചൊരു കുരങ്ങൻ്റെ വാലുള്ള പൂർവ്വൻ ചെറുക്കനാണ് ഞങ്ങൾ കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഒരു പെണ്ണും ഉണ്ടായിരുന്നു കൂടെ. അത് നമ്മുടെ മായിഷു പറയുന്ന ആ ചെറുക്കനാണെന്ന് തോന്നിയത്, അവരെ നമുക്ക് പിടിക്കണം. അവരിപ്പോൾ എവിടെ ഉണ്ടെന്ന് പിലാസ് ചോദിക്കുന്നുണ്ട്. അവരിപ്പം ബീച്ചിൻ്റെ അടുത്തുണ്ട്, അധിക സമയമൊന്നും ആയില്ല, പോകാനുള്ള സമയമൊന്നും ആയില്ല. അപ്പം തന്നെ പിലാസ് അവിടുന്ന് ആ ഒരു വണ്ടി എടുത്തുകൊണ്ട് കയറുകയാണ്. അപ്പോൾ തന്നെ എയർപ്ലെയിൻ ബോട്ടാക്കിയതിന് ശേഷം പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ തന്നെ റോഷിയത്ത് ഇതൊന്ന് തെല്ലിത്താ ഞങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റോഷിക്ക് ആക്കൊണ്ട് ദേഷ്യം വരികയാണ്.
ഞങ്ങളുടെ സ്ഥലത്ത് വന്നതിന് ശേഷം എൻ്റെ അടുത്ത് തന്നെ ആജ്ഞാപിക്കുന്ന നിങ്ങൾ എന്ന് പറഞ്ഞ് ദേഷ്യത്തെ അതിനകത്തൊരു കുത്തി ഒരു ഓട്ടയൊക്കെ ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അവരങ്ങനെ കടലിൽ കൂടെ പോകുമ്പോൾ തന്നെ അതിനകത്തൂടെ വെള്ളം കയറുന്ന കാണിക്കുന്നുണ്ട്. അത് തന്നെ പുൽമയാണ് കാണിക്കുന്നത്. ഇപ്പം പുൽമ അത് വീണ്ടും ഒരു ക്യാപ്സ്യൂൾ ആക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗോകുവിൻ്റെ അകത്ത് ചോദിക്കുകയാണ്, ഇതിനകത്ത് എനിക്കിനി കയറാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഗോകു പറയുന്നുണ്ട്, അയാൾ പറയുന്ന കേട്ടില്ലേ, ഇതിനകത്ത് അധികം ആർക്കും കയറാൻ പറ്റത്തില്ലെന്ന്. അപ്പം നമ്മുടെ പുൽമ പറയുന്നുണ്ട്, എനിക്ക് നിനക്ക് സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചാടിക്കയറി നിൽക്കുകയാണ്. അപ്പം തന്നെ അവിടെ നിന്ന് പടക്കുമെന്ന് പറഞ്ഞ് താഴേക്ക് വീഴുകയാണ്. അതിനുശേഷം നമ്മുടെ ഗോകു പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ആത്മയുള്ളവർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. സൗന്ദര്യം ആഗ്രഹിച്ചത് എത്ര വലിയ തെറ്റാണോ എന്ന് ചോദിച്ചുകൊണ്ട് പുൽമ അവിടെ നിന്ന് ദേഷ്യപ്പെടുകയാണ്. പക്ഷെ അവരവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങുകയാണ്. പക്ഷെ വിലാസവും കൂട്ടുകാരും കണ്ടു നിൽക്കി അവരുടെ ബോട്ടിൽ വെള്ളം കയറുന്നുണ്ട്. അതോടെ അത് മുങ്ങുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ നമുക്ക് ടാറ്റ. എനിക്ക് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി എന്നടിക്കും.